ആലപ്പുഴയിലെ 7ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ 2 അധ്യാപകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. കായികാധ്യാപകൻ ക്രിസ്തുദാസ്, അധ്യാപിക രമ്യ എന്നിവർക്കെതിരെയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത്. നേരത്തെ സ്കൂൾ മാനേജ്മെന്റ് ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും വടികൊണ്ട് തല്ലിയതിനുമാണ് കേസ്. ലെവിൻ കെ വിജയൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ലെവിൻ, ഇപ്പോൾ കേസെടുത്തതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്? കായികാധ്യാപകനും ഒപ്പം മറ്റൊരു അധ്യാപികയായ രമ്യ, ഇവരുടെ പങ്കാളിത്തം, നേരത്തെ സസ്പെൻഷൻ ഉണ്ടായതാണ്, ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് എന്താണ് ഈ കേസിലൂടെ വ്യക്തമാകുന്നത്? സുജയ, 3 അധ്യാപകരെയാണ് ഈ സംഭവത്തെ തുടർന്ന് നേരത്തെ ആലപ്പുഴ അതിരൂപത ഇടപെട്ടുകൊണ്ട് സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഈ അധ്യാപകർക്കെതിരെ, 2 അധ്യാപകർക്കെതിരെ, ഈ വിദ്യാർത്ഥി പ്രജിത്തിനെ മാനസികമായി വിഷമിപ്പിച്ചു എന്ന് സഹപാഠികളടക്കം മൊഴി നൽകിയ അധ്യാപകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങൾ പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് അടക്കം ഇതിൽ ചുമത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്ന വിവരം. അധ്യാപകൻ PT അധ്യാപകൻ ക്രിസ്തുദാസ് അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. രമ്യ എന്ന അധ്യാപികയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ക്രിസ്തുദാസ് ഒളിവിലാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15-നായിരുന്നു ആലപ്പുഴ കാട്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജിന്റെ മകൻ പ്രജിത്ത് എന്ന 13 വയസ്സുകാരൻ സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയതിന് പിന്നാലെ സ്വീകരണ മുറിയിൽ തൂങ്ങി മരിച്ചത്. അധ്യാപകരും PT അധ്യാപകനും ചേർന്ന് മാനസികമായി പീഡിപ്പിക്കുകയും വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ചെയ്തതിലുള്ള മനോവിഷമത്തെ തുടർന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്ന് സഹപാഠികൾ മാതാപിതാക്കളെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ പോലീസിലും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകി. പരാതി നൽകിയതിന് പിന്നാലെ നാട്ടുകാരുടെ നേതൃത്വത്തിലും വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ നേതൃത്വത്തിലും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. ഈ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് ആണ് ആലപ്പുഴ അതിരൂപത ഇടപെട്ടുകൊണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത്. ഈ അധ്യാപകരെ സസ്പെൻഡ് ചെയ്ത് ദിവസങ്ങൾക്കകമാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോയ അധ്യാപകനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി മറ്റൊരു അധ്യാപികയെ നേരത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് വരുന്ന മണിക്കൂറുകളിൽ കടക്കുമെന്നുള്ള സൂചനകളാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. സുജയ. ഓക്കെ, ലെവിൻ കെ വിജയനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.